പ്രധാനം. ഗ്യാപ്പില്ല. പ്രത്യാശയ്ക്ക് ഒരു കുഴപ്പമുണ്ടേ, ഇടയ്ക്കിടയ്ക്ക് വിട്ട് പിടിക്കും. ഇപ്പോൾ നമ്മൾ മോട്ടർ വെള്ളം അടിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ചാടി വെള്ളം ചാടി വരും. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് കയറുന്നുണ്ട്. പ്രത്യാശയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പം സ്നേഹത്തിന് അങ്ങനെയല്ല. സ്നേഹം 100 പേര് കൊയ്യണമെന്ന് പറഞ്ഞ കാര്യം ഗ്യാപ്പില്ല. ഇടയ്ക്ക് ഗ്യാസൊന്നും കയറുന്നില്ല. ഇടയ്ക്ക് കുറച്ച് വിശ്വാസവും പ്രത്യേകം കുറഞ്ഞ സമയമുണ്ട്. അങ്ങനെ വരത്തില്ല. 100 എല്ലാ സമയത്തും ഒരുപോലെ. അതാണ് സ്നേഹത്താൽ പ്രവർത്തനം നിരതത്തിനാണ് പ്രാധാന്യം. അവിടെ പ്രവർത്തനമൊക്കെ മൂലമുണ്ടല്ലോ. ആ പ്രവർത്തനം ആദ്യം പോലെ ഉണ്ടല്ലോ. വിശ്വാസം പ്രവർത്തനം മൂലമാണ് നീതീകരിക്കണം എന്നുണ്ടല്ലോ. പക്ഷെ നിരതമായിരിക്കത്തില്ല. അവിടെ ഗ്യാപ്പ് വരും. എല്ലാവരുടെയും അണ്ണന്മാരുടെ കാര്യം അത് തന്നെയാണ്. എൻ്റെ ഉൾപ്പെടെ എന്താ കാര്യം, ഒരു പെട്ടെന്നൊരു ചൈതന്യം കയറി നടക്കുന്ന ചില ദിവസങ്ങളിലെ പ്രാർത്ഥനകൾ. ഇപ്പം ഞാൻ തന്നെ എനിക്കാണെങ്കിൽ കന്യ നമസ്കാരം ചില സമയത്ത് മുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീണ്ടെടുത്ത് കഴിയുമ്പോൾ ഞാൻ പറയും, കർത്താവ് ഇത് നേരത്തെ ആകാമായിരുന്നല്ല. പക്ഷെ നേരത്തെ ആയില്ല. ഗ്യാപ്പ് വരുന്ന അവിടെ. അതാണ്. അപ്പം ഇതങ്ങനെയല്ല. സ്നേഹമുള്ളവന് നിരത ഉണ്ടാവും, ഗ്യാപ്പ് വരത്തില്ല. അപ്പം കുറച്ച് ആൾക്കാർ ആരംഭശൂരത്തും കൊണ്ട് കുടുംബ പ്രാർത്ഥനയൊക്കെ കൃത്യം വന്നുകൊണ്ടിരിക്കും. 2-3 ആഴ്ച കഴിയുമ്പോൾ ആരെങ്കിലും കൂട്ടുകാരൻ വന്ന് വയ്യാവേലി പിടിച്ചുകൊണ്ട് പോയി നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വിടണമെന്ന് നിനക്കത് മനസ്സിലായില്ല. പക്ഷെ ആ സമയത്ത് എന്ത് കൊണ്ടുവന്ന് വേണ്ടത്, നമ്മളെ ദൈവം ടെസ്റ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മ ഉണ്ടെങ്കിൽ ഭയങ്കര വിജയിലുണ്ടാവും. ഒക്കെ കേൾക്കുക, ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം, കേൾക്കാം, ഒരു കുഴപ്പമില്ലെന്ന് പറയും. അല്ല ഇത് കേൾക്കണം കേട്ടേ പറയത്തുള്ളൂ, ഇത് ചെറിയൊരു മിറ്റുള്ളതൊക്കെ പറയുകയുള്ളു. നമ്മളെ തട്ടിക്കാൻ വേണ്ടി പിശാച് സ്നേഹത്തിൻ്റെ ചിറകിൽ ധരിച്ചിടുവനെ കണ്ടില്ലേ. അതാണ് ഈശോ പറയണത്. ഇവനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ദൈവത്തോട് നമ്മൾ നേരത്തെ, ഞങ്ങളുടെ ഈ ഫീഡിങ് പ്രെയർ നല്ലതാണ്. ഞാൻ രാവിലെ വെളുപ്പിന്